ഹോശേയ അധ്യായം 9. ഇസ്രായേലേ, നീ നിന്റെ ദൈവത്തെ വിട്ട് പരസംഗം ചെയ്ത് നടക്കുകയും ധാന്യകളങ്ങളിലൊക്കെയും വേശ്യാസമ്മാനം ആഗ്രഹിക്കുകയും ചെയ്തിരിക്കയാൽ നീ ശേഷം ജാതികളെ പോലെ ഘോഷത്തോടെ സന്തോഷിക്കരുത്. കളവും ചക്കും അവരെ പോഷിപ്പിക്കുകയില്ല, പുതുവീഞ്ഞ് അതിലില്ലാതെയാകും. അവർ യഹോവയുടെ ദേശത്ത് പാർക്കുകയില്ല. എഫ്രയീം മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുകയും അശ്ശൂരിൽ വെച്ച് മലിനമായത് തിന്നുകയും ചെയ്യും. അവർ യഹോവയ്ക്ക് വീഞ്ഞു പകർന്ന് അർപ്പിക്കയില്ല. അവരുടെ ഹനനയാഗങ്ങൾ അവന് പ്രസാദമായിരിക്കുകയുമില്ല. അവരുടെ അപ്പം അവർക്ക് വിലാപത്തിൻ്റെ അപ്പം പോലെ ഇരിക്കും. അത് തിന്നുന്നവനൊക്കെയും അശുദ്ധനായിത്തീരും. അവരുടെ അപ്പം വിശപ്പടക്കുവാൻ മാത്രം അവർക്ക് ഉതകും. അത് യഹോവയുടെ ആലയത്തിലേക്ക് വരികയില്ല. സഭായോഗ ദിവസത്തിലും യഹോവയുടെ ഉത്സവ ദിവസത്തിലും നിങ്ങൾ എന്തു ചെയ്യും? അവർ നാശത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മിസ്രയീം അവരെ കൂട്ടിച്ചേർക്കും, മോഫ് അവരെ അടക്കം ചെയ്യും. അവരുടെ വെള്ളി കൊണ്ടുള്ള മനോഹര സാധനങ്ങൾ തൂവയ്ക്ക് അവകാശമാകും. മുള്ളുകൾ അവരുടെ കൂടാരങ്ങളിൽ ഉണ്ടാകും. സന്ദർശനകാലം വന്നിരിക്കുന്നു, പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു. നിന്റെ അകൃത്യ ബാഹുല്യവും മഹാദ്വേഷവും നിമിത്തം പ്രവാചകൻ ഭോഷനും ആത്മപൂർണൻ ഭ്രാന്തനുമെന്ന് ഇസ്രായേൽ അറിയും. എഫ്രയീം എൻ്റെ ദൈവത്തിൻ്റെ നേരെ പതിയിരിക്കുന്നു. പ്രവാചകനോ അവൻ്റെ എല്ലാ വഴികളിലും വേട്ടക്കാരൻ്റെ കെണിയും അവൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ പകയും നേരിടും. ഗിബെയയുടെ കാലത്തെന്ന പോലെ അവർ വഷളത്വത്തിൽ മുഴുകിയിരിക്കുന്നു. അവൻ അവരുടെ അകൃത്യമോർത്ത് അവരുടെ പാപം സന്ദർശിക്കും. മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി. അത്തിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ബാൽപയോരിൽ എത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ലജ്ജാബിംബത്തിന് ഏൽപ്പിച്ചു. അവരുടെ ഇഷ്ടദേവനെ പോലെ മ്ലേച്ഛതയുള്ളവരായി തീർന്നു. എഫ്രയീമിൻ്റെ മഹത്വം പ്രസവമോ ഗർഭമോ ഗർഭോൽപാദനമോ ഒന്നുമില്ലാതാകും വണ്ണം ഒരു പക്ഷിയെപ്പോലെ പറന്നുപോകും. അവർ മക്കളെ വളർത്തിയാലും ഞാൻ അവരെ ഒരുത്തിനും ശേഷിക്കാതെ വണ്ണം മക്കളില്ലാത്തവരാക്കും. ഞാൻ അവരെ വിട്ട് മാറിപ്പോകുമ്പോൾ അവർക്ക് അയ്യോ കഷ്ടം. ഞാൻ എഫ്രയീമിനെ സോർ വരെ കണ്ടിടത്തോളം അത് മനോഹര സ്ഥലമുള്ള ഒരു നടുതലയാകുന്നു. എങ്കിലും എഫ്രയീം തൻ്റെ മക്കളെ ഘാതകന്റെ അടുക്കൽ പുറത്ത് കൊണ്ടുചെല്ലേണ്ടി വരും. യഹോവേ, അവർക്ക് കൊടുക്കണമേ. നീ എന്തു കൊടുക്കും? അലസിപ്പോകുന്ന ഗർഭവും വരണ്ട മുലയും അവർക്ക് കൊടുക്കണമേ. അവരുടെ ദുഷ്ടതയൊക്കെയും ഗിൽഗാലിൽ സംഭവിച്ചു. അവിടെ വെച്ച് അവർ എനിക്ക് വെറുപ്പായി. അവരുടെ പ്രവൃത്തികളുടെ ദുഷ്ടത നിമിത്തം ഞാൻ ഇനി അവരെ സ്നേഹിക്കാതെ എൻ്റെ ആലയത്തിൽ നിന്ന് അവരെ നീക്കിക്കളയും. അവരുടെ സകല പ്രഭുക്കന്മാരും മത്സരികളത്രേ. എഫ്രയീമിന് പുഴുക്കുത്തു പിടിച്ചു. അവരുടെ വേർ ഉണങ്ങിപ്പോയി. അവർ ഫലം കായ്ക്കുകയില്ല. അവർ പ്രസവിച്ചാലും ഞാൻ അവരുടെ ഇഷ്ടകരമായ ഗർഭഫലത്തെ കൊന്നുകളയും. അവർ എൻ്റെ ദൈവത്തെ അനുസരിക്കായകൊണ്ട് അവൻ അവരെ തള്ളിക്കളയും. അവർ ജാതികളുടെ ഇടയിൽ ഉഴന്നു നടക്കേണ്ടി വരും.